ഇപ്പൊ എല്ലാവരും എമ്പുരാന്റെ റിവ്യൂയുടെ തിരക്കിലാണല്ലോ. പക്ഷെ ഇന്ന് ഞാൻ പറയാം, ഇന്നലെ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒരു മൂവി കണ്ടു, നന്ദമുറി ബാലകൃഷ്ണയുടെ, അതെ നമ്മുടെ ബാലയ്യയുടെ ഡാക്കു മഹാരാജ്. നമ്മൾ ബാലയ്യന്റെ കുറെ കോമഡി റീലുകളുണ്ട്, ട്രെയിൻ പിടിച്ചു നിർത്തുന്നതും പാറയാമ ഒരു കിളിനെ പിടിക്കാനായി കയറുന്നതും, അങ്ങനെ കുറെ അപരാധം പിടിച്ച വീഡിയോകൾ. പക്ഷെ ഇന്നലെ ഈ സിനിമ കണ്ടതോടുകൂടി എനിക്ക് മനസ്സിലായി, ഇയാള് അപരാധമല്ല അവതാരാണ്. അത്രയും മാസ് പടാണ് ഈ ഡാക്കു മഹാരാജ്. ഇയാളുടെ പ്രായം ഞാൻ നോക്കി, ഇയാളുടെ ആക്ഷൻ സീക്വൻസ് കണ്ടപ്പോൾ ഇയാളുടെ പ്രായം തെറ്റാൻ നോക്കിയാൽ 64 വയസ്സ്, നമ്മുടെ മോഹൻലാലിന്റെ പ്രായം. ഭയങ്കര ഒരു മാസ് മസാല എന്റർടൈൻമെന്റ് ആണ്. ഇതിൽ കഥ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നമ്മുടെ ബോബ് ഡിയോൾ ഉണ്ട്, ഷൈൻ ടോച്ചാക്ക് ഉണ്ട്, എല്ലാവരും സൂപ്പറാണ്. ഇയാളുടെ അഭിനയത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് എടുത്താണ് രീതി, ഇതിന്റെ പടം പിടിച്ചത് സിനിമാറ്റോഗ്രാഫി കിട്ടുവാണ്, സ്റ്റണ്ട് സീനൊക്കെ പിടിച്ചത് ഒരു രക്ഷയില്ല, അത്രയും സൂപ്പറാണ്. ഇതിൽ ഒരു നൂഡിൽസ് മേക്ക് ചെയ്യുമ്പോൾ ഒരു ഇടിയുണ്ട്, പുള്ളിക്കാരൻ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു, ആ സമയത്ത് ഇടി. പക്ഷെ അത് എടുത്താണ് രീതി ഉണ്ടല്ലോ, ഒന്നും പറയാല്ലേ. പിന്നെ ഇതിന്റെ ഏറ്റവും സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടമായി ഇതിന്റെ ബിജിഎം. ഇത് തമ്മൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ എനിക്ക് ബിജിഎം ചെയ്തത് ഒരു രക്ഷയില്ല. നമ്മൾ ബാലയനെ ഒരുപാട് കളിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്താണ് ഇയാൾ കാണിക്കണേ എന്നൊക്കെ. പക്ഷെ ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര മാസ് ഓഡിയൻസ് അവിടെ ഉള്ളതെന്ന് മനസ്സിലായത് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ്. ഒരൊറ്റ പടം ഞാൻ ആളെ കണ്ടിട്ടുള്ളൂ, അത് ഈ പടം മാത്രം കണ്ടിട്ടുള്ളൂ, ഡാക്കു മഹാരാജ്. ഇയാളുടെ വേറെ പടങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം നേരം പോക്കിന് ഇത് കാണാൻ പറ്റിയൊരു പടമാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ കാണേണ്ട ഒരു പടമാണ്. ഞാൻ എന്തെങ്കിലും കണ്ടത്, കാരണം അത്രയും സൗണ്ട് ക്വാളിറ്റിയും അതുപോലത്തെ വിഷ്വൽസാണ്, ഒരു രക്ഷയില്ല. നമ്മൾ ഒരുപാട് ട്രോളിയിട്ടുണ്ട് ബാലയ സോറി, അത്രയും. നിങ്ങൾക്ക് നേരം പോകാനാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ, അടിപൊളി പടമാണ്. നെറ്റ്ഫ്ലിക്സിൽ ഇതിന്റെ മലയാളം ഉണ്ട്, അപ്പൊ എല്ലാവരും കാണാം.